welcome to EduPod. Yes, എൻ്റെ മക്കൾ കുറേ ദിവസമായി ചോദിക്കുന്നു മിസ്സേ ഒന്ന് ഹിന്ദി ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യോ, ഞങ്ങൾക്കതൊന്ന് പറഞ്ഞു തരുമോ, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. യെസ്, ഫൈനലി ഇതേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അതങ്ങ് എത്തിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അവർ ഉറപ്പായിട്ടും വരും മക്കളെ, കാരണം 80% ചോദ്യങ്ങൾ വരാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അവിടെ നമ്മൾ ഇങ്ങ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്ന ചോദ്യങ്ങൾ പ്ലസ് അവരുടെ ഉത്തരങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ചോദ്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, ഉത്തരം എവിടെ കിട്ടുന്ന തപ്പി നടക്കണ്ടേ. അതുകൊണ്ട് ചോദ്യവും അതുപോലെ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന രൂപത്തിൽ വളരെ ഷോർട്ട് ആക്കിയിട്ട് മിസ് നിങ്ങളിലേക്ക് എത്തിക്കാണ്. യെസ്, അപ്പൊ നോക്ക് മക്കളെ, എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്നത്, എന്തൊക്കെ ചോദ്യങ്ങളാണ്. യെസ്, പത്രില് അതായത് 4 മാർക്കിന് ലെറ്റർ, പോസ്റ്റർ, ഡയറി, റെപ്പട്ടിലെ ന്യൂസ് റിപ്പോർട്ട്, ലഘുലേഖ അല്ലെങ്കിൽ ടിപ്പണി കേട്ടോ. ലഘുലേഖ കണ്ടു ഇനിയിപ്പോൾ അതെന്താ സാധനം എന്ന് വിചാരിക്കേണ്ട, ടിപ്പണിയാണ്, വിവരണം, ലേഖനമാണ്. ദെൻ നെക്സ്റ്റ് ചരിത്രകഥ ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച്, അത് കഴിഞ്ഞിട്ട് കവിതാക്ക ആശയം, കവിതയുടെ ആശയം. ഇത്തരം ചോദ്യങ്ങൾ 4 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്, പത്രാണ്. നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ലെറ്ററിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ആ ഒരു ചോദ്യം ഇതാണടാ. നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താണ്, സന്തോഷ് യാദവിനെ एवरेस्ट के टॉप पर पहुंचने का अनुभव बताते हुए सहेली के नाम पत्र लिखा. സന്തോഷ് യാദവ് എവറസ്റ്റ് കൊടുമുടി കയറിയ ആ ഒരു സന്തോഷം, ആ ഒരു അനുഭവം ഷെയർ ചെയ്തുകൊണ്ട് തന്റെ സുഹൃത്തിനൊരു ലെറ്റർ എഴുതുകയാണ്. വഹ് പത്ര കൽപ്പന കർക്കെ ലിഖേം, ആ ലെറ്റർ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ ആരായി മാറണം, സന്തോഷ് യാദവായി മാറണം. അപ്പൊ എന്ത് ചെയ്യാണ്, ആ ഒരു സന്തോഷ കാര്യങ്ങൾ, സന്തോഷ നിമിഷങ്ങൾ എന്ത് ചെയ്യാണ്, ആ ഫ്രണ്ടിന് ഷെയർ ചെയ്യാണ്. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ ലെറ്ററിന്റെ ഫോർമാറ്റ് ശരിയാക്കണം. ഫോർമാറ്റ് ശരിയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തിട്ട് ഒരു ബോക്സ് വരയ്ക്കുന്നു. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മൾ സ്ഥാൻ താരീഖ് കൊടുക്കുന്നു. ദെൻ നേരെ ഓപ്പോസിറ്റ് സല്യൂട്ടേഷൻ അല്ലേ, അതായത് പ്രിയ സഹേലി അല്ലെങ്കിൽ പ്രിയ മിത്ര എന്ന് കൊടുക്കുക. അതിനുശേഷം ക്ലീശേ സാധനം എന്ത്, സുഖാണോ, എനിക്ക് സുഖാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്ന് മാത്രം പറയട്ടെ. നോക്കിക്കേ, തും कैसी हो, मैं यहाँ ठीक हूँ, एक खास बात बताने के लिए मैं ये पत्र बेच रही हूँ. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആയിട്ട് സന്തോഷ് യാദവ് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. നോക്കിക്കേ, മൗണ്ട് എവറസ്റ്റ് की चोटी पर चढ़ने का मेरा सपना साकार हो गया. അല്ലേ, അതായത് എവറസ്റ്റ് കൊടുമുടി കയറാന്ന് പറഞ്ഞ എൻ്റെ ആ ഒരു സ്വപ്നം എന്തായിട്ടുണ്ടടാ, യെസ്, അത് സഫലമായിട്ടുണ്ട്. കിതന ഖൂബ്സൂരത് അനുഭവത്താ വഹ്ലെ, എത്ര മനോഹരമായിട്ടുള്ള അനുഭവമായിരുന്നു അത്. ജബ് മേം, എപ്പോഴാണോ ഞാൻ ടോപ്പ് പർ, ആ ഏറ്റവും ടോപ്പില് പഹുഞ്ചീത്തോ അല്ലെ, ഏറ്റവും ടോപ്പിൽ ഞാൻ എത്തിയത്. ഭാവാത്മക രൂപസ് അല്ലെ, ഭാവാത്മകമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് എൻ്റെ അവസ്ഥ, മേ ശൂന്യ ഹോ ഗയി ഥി, ഞാൻ വളരെ ശൂന്യമായിരുന്നു, ബ്ലാങ്ക് ആയിരുന്നു, എൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വോക്കി ടോക്കി ഫോൺ കെ ജറിയെ മുझे സൂചന ദീ ഗയി, അല്ലെ, വോക്കി ടോക്കി ഫോണിലൂടെ ഞാൻ അറിഞ്ഞു, എനിക്ക് സൂചന കിട്ടി, എന്താ, ഞാൻ ആ ടോപ്പിൽ എത്തിയിട്ടുണ്ട് എന്ന്. Then मैं एवरेस्ट की टॉप पर पहुंच गई हूँ. അപ്പൊ എന്താണ്, ഞാൻ അവിടെ എത്തി എന്നുള്ളത് എനിക്ക് സൂചന കിട്ടി. ജബ് മേ 2-4 കദം പീछे थी, ഒരു 4-5 അടി പുറകിലായിട്ട് എനിക്ക് തോന്നിയത് എന്താണ്, മേരി ആത്മാനെ, എൻ്റെ ആത്മാവ് കഹാക്കി, എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, യേ മേ ക്യാ കർനെ ജാ രഹി ഹൂം, അല്ലേ, ഇവിടേക്ക് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാനാ വന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്കൊന്നും പ്രത്യേകമായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിരുന്നില്ല. ഒരു 4-5 അടി മുൻപേ എൻ്റെ ഉള്ളിൽ എന്നോട് ചോദിക്കുന്നത്, നീ ഇപ്പം എന്തിനാ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഓക്കെ, അവ മേരി കൽപ്പന സമാജ് കോ ഖുഷ് ദേഖ്ന ഓർ യേ ധർത്തി കോ സ്വർഗ് കഹ്ലാനാ ഹെ. ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താ, ഈ സ്വർഗം, അതായത് ഈ ഒരു ഭൂമി സ്വർഗമാണെന്ന് പറയാം, ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക, ഇതൊക്കെ കാണാനാണ് എൻ്റെ ആഗ്രഹം. വഹാൻ തുമാരെ ഖബർ ക്യാ ക്യാ ഹെ, അല്ലേ, അവിടെ നിന്റെ വിശേഷങ്ങൾ, വാർത്തകളൊക്കെ എന്താണ്, തുമാര പരിവാർ വാലോം സേ മേരാ പ്രണാം കഹ്ന, നിന്റെ വീട്ടിലുള്ളവരോട് എൻ്റെ അന്വേഷണം പറയണം. ജവാബ് പത്രിക്ക് പ്രതീക്ഷാത്തെ, അല്ലെ, അല്ലെങ്കിൽ ഇന്റസാർ മേം, എന്താണ്, മറുപടി കത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞിട്ട് എന്താ എഴുതേണ്ടത്, യെസ്, ഫ്രം അഡ്രസ് ആണ് കേട്ടോ, ഫ്രം അഡ്രസ് എഴുതുന്നു. തുമാരി സഹേലി നാം ഹസ്താക്ഷർ, ഇതുപോലെ തന്നെ എഴുതാം. നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു കുഞ്ഞു ബോക്സ് വരയ്ക്കുന്നു, ടു അഡ്രസ്സിലെ സേവാമേം നാം പദ.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ലെറ്റർ ഉറപ്പായിട്ടും ഇത് തന്നെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ലെറ്റർ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കാം. യെസ്, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താടാ, പോസ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു എക്സാമിന് പോസ്റ്റർ ചോദിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്, ജലബാങ്ക് ആണ്. ഉറപ്പായിട്ടും അതിൽ നിന്നും എന്താണ് നിങ്ങൾക്കൊരു പോസ്റ്റർ പ്രതീക്ഷിക്കാം. എന്തായിരിക്കും ആ പോസ്റ്റർ? യെസ്, ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ നിങ്ങളോട് എഴുതാൻ പറയും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റർ വളരെ സുഖത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോയിന്റ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു 2-3 പോയിന്റ്സ് നിങ്ങളങ്ങ് പഠിച്ച് സെറ്റാക്കുക. ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക, ഒരു ചെറിയ പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ കളർഫുൾ ആയിട്ട് അങ്ങോട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ആ പോസ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം നോക്കിക്കേടാ, ജൽ പ്രകൃതി കാ അമൂല്യ വരദാൻ, ജലം പ്രകൃതിയുടെ അമൂല്യമായിട്ടുള്ള വരദാനമാണ്. സബി കാ അസ്തിത്വ ജൽ ഭർ നിർഭർ ലെ, എന്താണ്? യെസ്, എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ജലം അല്ലേ, അതായത് നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ദെൻ ജൽ കാ ദുരുപയോഗം മത് കരോ, ജലം ദുരുപയോഗം ചെയ്യുന്നത് നിർത്തുക. ദെൻ ജൽ കാ ഉപയോഗ സാവധാനി, മിതമായിട്ട് വേണ്ട രീതിയിൽ മാത്രം എന്ത് ചെയ്യുക, വെള്ളം ഉപയോഗിക്കാം. ജലസ്രോതോങ്കോ പ്രദൂഷിത മത് കരോ, ജലസ്രോതസ്സുകളൊക്കെ എന്താ മലിനപ്പെടുത്തുന്നത് നിർത്തുക. ദെൻ ശുദ്ധ ജൽ, ശുദ്ധമായ ജലം സ്വസ്ഥ ജീവൻ കാ, ഹെൽത്തി ആയിട്ടുള്ള ജീവിതത്തിന് ആധാർ ഹേ, ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു 2-3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് അടിപൊളിയായിട്ട് നിങ്ങൾ ബോക്സിൽ വരയ്ക്കാം. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എത്രയാണ്? 4 മാർക്കാണ്. ഓക്കെ, അപ്പൊ പോസ്റ്റർ എന്ന ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സെറ്റ് അല്ലേടാ, ക്ലിയർ അല്ലേ? യെസ്, ദെൻ നെക്സ്റ്റ് ചോദ്യം എന്താടാ, ഡയറി ആണ് അല്ലെ. അപ്പൊ ഡയറി എന്തായാലും ചോദിക്കും. അപ്പൊ ഏതാണ് ആ ഡയറി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം? ഇതാടാ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം. നോക്കിക്കേ, ലഡ്കേ കി ഗുഡ് ഖാനെ കി ഇച്ഛ സഫൽ നഹി ഹുയി അല്ലെ. എന്താണ്? ആൺകുട്ടിയുടെ നമ്മുടെ സഫേദ് ഗുഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഡയറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്താ പറയുന്നത്? ആ കുട്ടിക്ക് എന്താ ശർക്കര കഴിക്കാൻ പറ്റിയില്ല അല്ലെ. അവൻ കഴിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അവന് കഴിക്കാൻ പറ്റിയില്ല. ഉസ്കെ വിചാരോं को डायरी के रूप में लिखे. അപ്പൊ എന്ത് ചെയ്യാണ്, അവൻ ആ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഡയറി എഴുതാണ്. 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം. യെസ്, അപ്പൊ ഡയറിയിൽ എന്ത് ചെയ്യുക, ഒരു ബോക്സ് നിർബന്ധമായിട്ടും വരയ്ക്കുക. ദെൻ എന്ത് കൊടുക്കുക, താരീഖ്, ഡേറ്റ് കൊടുക്കുക. അപ്പൊ നോക്കിക്കേടാ, ആജ് മേരെ ജീവൻ കി സബ്സെ ദുഃഖ് ഭരാ ദിൻ താ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖം നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ബഹുത്ത് ദിനോം സേ മുझे ഗുഡ് ഖാനെ കി ഇച്ഛാ തി, ഒരുപാട് ദിവസങ്ങളായിട്ട് എനിക്ക് എന്തുണ്ടായിരുന്നു, ശർക്കര കഴിക്കാനുള്ള കൊതി ഉണ്ടായിരുന്നു. ആജ് സോച്ചാ കി, ഇന്ന് ഞാൻ ചിന്തിച്ചു, മേരി എൻ്റെ യഹ് ഇച്ഛ, ഈ ഒരു ആഗ്രഹം സഫൽ ഹോ ജായേഗ, സഫലമാവും, നടക്കുമെന്ന് ഞാൻ കരുതി. ലേക്കിൻ എന്നാൽ ക്യാ കഹും, എന്താണ് ഞാൻ പറയേണ്ടത്? വഹ സ്വപ്ന, ആ ഒരു സ്വപ്നം സ്വപ്ന ഹി രഹ് ഗയ, സ്വപ്നമായിട്ട് തന്നെ നിൽക്കുന്നു. നമക് ഖരീദനെ, ഉപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബാസാർ ജാത്തെ സമയിലെ, ബാസാറിലേക്ക് പോകുന്ന സമയത്ത് ഏക്ക് പൈസ കേലിയിലെ, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥന കർത്താ രഹ, ഞാൻ പ്രാർത്ഥിച്ചു. ठीक उसी സമയിലെ, കറക്റ്റ് ആ സമയത്ത് തന്നെ ജമീൻ സെ, ഭൂമിയിൽ നിന്നും ഒരു 8 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മിലി എനിക്ക് കിട്ടി. ഖുഷിക ഠിക്കാന നഥാല, അതായത് എത്രത്തോളം ഉണ്ടായിരുന്നു എൻ്റെ സന്തോഷം എന്ന് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അഫ്സോസ് ഹേ കി ദുക്കാൻദാർക്കോ ദേത്തെ വക്ത് അല്ലെ, ഞാൻ എന്താണ് അത് കടക്കാരന് കൊടുക്കുന്ന സമയത്ത് വഹ അട്ടണി ഹാത്ത് സെ ഗിസക് ഗയ അല്ലെ, എന്ത് ചെയ്തു, ഞാനിങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അയാളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. ധനിയാക്കെ ഡിംബെ മേലെ, അത് എങ്ങോട്ടാ വീണത്? ധനിയല്ല, അതായത് ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോട്ടിലേക്കാണ് ആ പൈസ വീണത്. ടൂണ്ടിനെ പർ തിരഞ്ഞു നോക്കിയപ്പോൾ ഏക്ക് ചിക്കനാസ പത്തർ ഹി മില, ഒരു തിളങ്ങുന്ന കല്ല് കിട്ടി. ദുക്കാൻദാറിനെ കഹാക്കി, കടക്കാരൻ എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? മുഫ്ത് മേലയിലോ, ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തരാം. ലേക്കിൻ എന്നാൽ മൻ നഹി ഹുവ, എനിക്ക് മനസ്സ് വന്നില്ല. ദുഃഖി മനസ്സേ, ദുഃഖത്തോടു കൂടി ഞാൻ എന്ത് ചെയ്തു? നമക് ഖരീദ് കർ, ഉപ്പ് വാങ്ങിയിട്ട് മേം വാപ്പസ് ഘർ പഹുഞ്ച, ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോയി. മേം ഇതന നിരാശ് ഹൂ കി ആകെ ഈശ്വർ സേ കുച്ച് നഹി മാംഗൂങ്ക, എന്താ പറയുന്നത്? ഞാൻ വളരെ ആകാംക്ഷയോട് കൂടി, അല്ലെങ്കിൽ വളരെ അത്ര ആഗ്രഹത്തോടു കൂടി ഞാൻ ദൈവത്തോട് ചോദിച്ചു അല്ലെ, ഇനി ഞാൻ എന്നും എന്ത് ചെയ്യില്ല, ദൈവത്തോട് ഞാൻ ആവശ്യപ്പെടില്ല. അപ്പൊ ഈ ഒരു ഡയറി പഠിക്കണേ മക്കളെ, ഉറപ്പായിട്ടും ചോദിക്കും. 4 മാർക്കിന് ഈ ഡയറി നിങ്ങൾ സെറ്റ് ആക്കിക്കൊള്ളണം. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ, റെഡി അല്ലേ? യെസ്, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, കവിത കാ ആശയം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കവിതയുടെ ആശയം എഴുതാനുണ്ടാവും. അപ്പൊ ഈ ഒരു എക്സാമിന് നിങ്ങൾ അധികം ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് വരാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇസ് ബാരിഷ്
ബാരിഷ് മേ ആണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെയും അതിന് മുമ്പത്തെ വർഷത്തൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ. കൊറോണ സമയം അങ്ങ് ഒഴിവാക്കിയേരെ. യെസ്, അപ്പൊ എന്താ ബാക്കിയുള്ള എല്ലാത്തിലും ഇസ് ബാരിഷ് മേൽ നിന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസിൽ ഇസ് ബാരിഷ് മേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ഇസ് ബാരിഷ് മേം എന്ന കവിതയുടെ ആശയം വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പം തന്നെ വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നോക്കിക്കേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ കവിത എഴുതിയ ആളുടെ പേര്, അതുപോലെ കവിതയുടെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം മതിയടാ, ഒരുപാടൊന്നും വേണ്ട, വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം. അപ്പൊ നോക്ക് മക്കളെ, യെസ്, ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള ശ്രീ നരേൻ സക്സേനയുടെ സന്ദേശാത്മക കവിത ഒരു മെസ്സേജ് തരുന്ന തരത്തിലുള്ള കവിതയാണ് എന്താ ഇസ് ബാരിഷ് മേ. നോക്കിക്കേ, ഈ കവിതയിൽ കവി ജമീന്ദാർ ദ്വാര അപ്ന ജമീൻ ചീൻ ലേനെ കെ ബാദ് അതായത് ജന്മികളിലേക്ക് ഭൂമി നഷ്ടമായ, ഭൂമി പോയിട്ടുള്ള കിസാനോ കി ഹാലത്ത് ബത്താത്തെ ഹെ. അപ്പം ഈ ജന്മിമാരുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ ആണല്ലോ. അതായത് എന്താണ്? കർഷകന്റെ ഭൂമി നഷ്ടമായി, അവരുടെ കൈകളിലായി. അപ്പൊ അതിനുശേഷമുള്ള കർഷകന്റെ ദുരിതാവസ്ഥയാണ് ഈ ഒരു കവിതയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ജമീന്ദാർ കെ പാസ് കിസാനോ കാ ജമീൻ ജാനെ കെ സാത്ത്. ഈ ജന്മിമാരുടെ അടികിലേക്ക്, കൈകളിലേക്ക് എന്താണ് ഈ ഭൂമി പോയതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? സാത്ത് അതിന്റെ കൂടെ ബാരിഷ് ബി ചലി ഗയി, മഴയും പോയിരിക്കുന്നു അല്ലെ. മഴ പെയ്യുന്നത് എപ്പോഴാ വേണ്ടത്? കൃഷി ഉണ്ടാകുന്ന സമയത്ത്. പക്ഷെ ഭൂമി നഷ്ടമായി, കൃഷിയില്ല. അതുകൊണ്ട് ഭൂമി ആരുടെ കൂടെയാണോ പോയത് അവരിലേക്ക് എന്തും പോയിരിക്കുകയാണ്? മഴയും പോയിരിക്കുകയാണ്. അപ്പൊ ആസ്മാൻ മേ ബാദൽ കിസാൻ കെ ലിയെ നഹി, അല്ലെ. കാർമേഘങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ടല്ല? കർഷകന് വേണ്ടിയിട്ടല്ല. ജമീന്ദാർ കെ ലിയെ ഗിർത്തെ ഹെ, അത് ഉരുണ്ട് മറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ജമീന്ദാറിലെ ജന്മിമാർക്ക് വേണ്ടിയിട്ടാണ്. കോയലോ കാ ഗാന, കുയിലിന്റെ പാട്ട്, ധർത്തി കി സീനെ സെ ഉടുത്തി സൗദി സുഗന്ധ, അല്ലെ. മണ്ണിന്റെ ആ ഒരു പുതുമണമില്ലേ, ആ പുതുമണം. ജമീന്ദാർ കാ ലിയെ, ഇതൊക്കെ എന്താണ്? ജമീന്ദാർ കെ ലിയെ ഹെ, ഇതെല്ലാം നമ്മുടെ ജമീന്ദാറിന് വേണ്ടിയിട്ടാണ്. കിസാൻ കെ ലിയെ ഗേത്തി ന ഹോനെ കെ കാരൺ, അല്ലെ. കർഷകന് ഭൂമി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹൽ, ബൈൽ, തോത്തെ, താൾ, നദി, ആർദ്ര നക്ഷത്രത്തിൽ അതായത് കലപ്പ, കാള, ഈ ആർദ്ര നക്ഷത്രം, അതുപോലെ താളം, അതുപോലെ എന്താണ് തത്തകളിലെ, ഇതൊന്നും എന്തില്ല? കജരി മല്ലാർ ഗേത്തോങ്കി ഗൈൽ ആദി നഹി ഹേ, ഇതൊന്നും ആ പാട്ടുകളില്ല. അതുപോലെ വയൽ വരമ്പുകളില്ല. ഇതൊന്നും ആർക്കില്ല? ഇന്ന് കർഷകന്റെ കൈകളിലില്ല. ഫസൽ ഹോനെ പർ, വിളവെടുത്തതിന് ശേഷം കർജ് ചുക്കാനേക്ക് കിസാൻ കി ജൂട്ട് പ്രതീക്ഷ, അല്ലെ. അതായത് വിളവെടുത്തതിന് ശേഷം കടം തരാനുള്ളത് തരാമെന്ന് പറഞ്ഞ ആ പൊള്ളയായിട്ടുള്ള, അല്ലെ, ഒരു കള്ളമാണല്ലേ ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്? നഹി രഹ് ഗയി, ഇപ്പോൾ കർഷകന്റെ കൂടെയില്ല. കിസാനോ കാ ജമീൻ സെ അട്ടു സമ്പത്ത് ഹെ, കർഷകനും അതുപോലെ ഭൂമിയും തമ്മിൽ എന്തുണ്ടടാ? ഒരു വലിയ ആത്മബന്ധം തന്നെയുണ്ട്. ജമീൻ നഷ്ട ഹോനെ പർ കിസാനോ കാ അസ്തിത്വ ഭി നഷ്ട ഹോ ജാത്താ ഹെ, കർഷകന് കൃഷിഭൂമി നഷ്ടമാവുന്നതിലൂടെ അവന്റെ നിലനിൽപ്പ്, അസ്തിത്വം കൂടി എന്ത് ചെയ്യാണ്? ഇല്ലാതാവുകയാണ്. അവന് മുൻപോട്ട് ജീവിക്കാനുള്ള സകല പ്രതീക്ഷയും എന്താണ്? അതിലൂടെ നഷ്ടമാവുകയാണ്. सरल भाषा में लिखी इस कविता में कई बिंबों और प्रतीकों का प्रयोग किया है. ഇതിലെന്താണ്? വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കവി ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് പ്രതീകങ്ങളിലൂടെ, അല്ലെ, ഒരുപാട് വസ്തുക്കളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കവി ആ ഒരു അർത്ഥം, ആ ഒരു മെസ്സേജ് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹമാരെ മൻ മേ, നമ്മുടെ മനസ്സിൽ കിസാനോ കെ പ്രതി, കിസാനുമായി ബന്ധപ്പെട്ട്, കർഷകനുമായി ബന്ധപ്പെട്ട് കരുണ കാ ഭാവലെ, നമുക്ക് കർഷകനോട് ദയ, കരുണ തോന്നുകയും ദൻ ജാഗ്നെ വാലി കവിത കി പ്രാസംഗികത സാർവകാലിക ഹേ, അതായത് കർഷകനോട് കരുണ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഈ ഒരു കവിത എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ എന്താണ്? വളരെ വളരെ എന്താണ്? പ്രാസംഗികത എന്ന് പറഞ്ഞാൽ അതായത് അത്രയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ഇസ് ബാരിഷ് മേ എന്ന കവിതയുടെ ആസ്വാദൻ ടിപ്പണി ആശയമായിരിക്കും ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് 4 മാർക്കിന് നിങ്ങൾ അത് വാങ്ങാൻ, എഴുതാൻ തയ്യാറായിക്കോളൂ. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു ടിപ്പണി നിങ്ങൾ പഠിക്കുക. അടുത്ത ചോദ്യം എന്താണ്? റെപ്പട്ട് ന്യൂസ് റിപ്പോർട്ട്,
ഉറപ്പായിട്ടും ചോദിക്കും ന്യൂസ് റിപ്പോർട്ട്. ഏത് ചാപ്റ്ററാ? നമ്മുടെ സന്തോഷ് യാദവിന്റെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഏതാണ് മിസ്സേ എന്ന് ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് റപ്പട്ടാണ്, ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. എന്തായിരിക്കും ആ ഒരു ചോദ്യം? നോക്കിക്കേ. സന്തോഷ് യാദവ് ദൂസരി ബാർ എവറസ്റ്റ് കി ചോട്ടി പർ പഹൂഞ്ചി. അല്ലെ, എന്താണ് സന്തോഷ് യാദവ് എന്താണ് രണ്ടാമത്തെ തവണയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. ഈസ് പർ റപ്പട്ട് തയ്യാർ കരേ. അപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്? റപ്പട്ട് ന്യൂസ് റിപ്പോർട്ട് വരെയാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം? ഭാരത് കി പഹ്ലി മഹിളാ പർവ്വതാരോഹി, അതായത് ഭാരതത്തിലെ ആദ്യത്തെ പർവ്വതാരോഹിയാണ് അല്ലെ, വനിതയായിട്ടുള്ള. ദെൻ 1993 में എവറസ്റ്റ് पर दूसरी बार, വീണ്ടും രണ്ടാമത്തെ തവണ ഈ വർഷമാണ്. ദെൻ നിഡർ ഹോക്കർ സഫലത കി ഓർ, അതായത് പേടി കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്തു ജീവിതം സഫലമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യമാണ് ന്യൂസ് റിപ്പോർട്ടിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനിയിപ്പോ രണ്ടാമത്തെ തവണ അല്ലെങ്കിൽ മൂപ്പര് കയറിയാൽ, അതായത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയുമായി ബന്ധപ്പെട്ട റപ്പട്ടാണെങ്കിലും ഇതിൽ ആ ദോ ബാർ എന്നുള്ള കാര്യം നിങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പൊ രണ്ട് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു റപ്പട്ട് തന്നെ എഴുതാം. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് മക്കളെ? നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഹെഡിങ് അല്ല, നിങ്ങൾക്ക് തന്നെ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക? ഒരു സ്ഥലം മെൻഷൻ ചെയ്യാം. അപ്പോൾ ഒരു ബോക്സ് വരയ്ക്കുന്നു, ഒരു ഹെഡിങ് ഇത് തന്നെ കൊടുത്താൽ മതി, നിങ്ങൾ വേറെ തപ്പി തരാൻ ഒന്നും പോവണ്ട. സന്തോഷ് യാദവ് ദുനിയാക്കി ചോട്ടി പർ ദുബാര എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം സ്ഥാൻ, ഒരു സ്ഥലം നിങ്ങൾ സ്ഥാൻ തന്നെ ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ നോക്കിക്ക് എങ്ങനെ എഴുതാ? ഭാരതീയ മഹിളാ പർവ്വതാരോഹി, ഭാരതത്തിലെ വനിതയായിട്ടുള്ള പർവ്വതാരോഹി ആയിട്ടുള്ള സന്തോഷ് യാദവ് പിछले ഹഫ്തെ കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തിട്ടുണ്ടടാ? മൗണ്ട് എവറസ്റ്റ് കി ചോട്ടി പർ, മൗണ്ട് എവറസ്റ്റിലെ എവറസ്റ്റ് കൊടുമുടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ദോ ബാർ ചടനെ വാലി, 2 തവണ കയറിയിട്ടുള്ള ഭാരതത്തിലെ പഹ്ലി മഹിള ബൻ ഗയി, ആദ്യത്തെ വനിതയായി മാറിയിരിക്കുകയാണ്. ഓക്കെ, 2 തവണയും എന്താണ് എവറസ്റ്റ് കൊടുമുടി കയറി. ആ ഒരു പ്രശസ്തി ആർക്ക് സ്വന്തം? സന്തോഷ് യാദവിന് സ്വന്തം. നോക്കിക്കേ, ബർഫ് സെ ടക്കി ചോട്ടിയോങ്കോ, മഞ്ഞ് മൂടപ്പെട്ട കൊടുമുടികളെ, കുഞ്ഞു കുഞ്ഞു പർവ്വതങ്ങളെ കുറിച്ച് അറിയാനുള്ള അല്ലെ, സമജ്നേക്ക് അറിയാനുള്ള, അപ്നി ജിജ്ഞാസാനെ അറിയാനുള്ള ആ ഒരു ആഗ്രഹം, ഉനേം അവരെ മൗണ്ട് എവറസ്റ്റ് കി ചോട്ടി പർ പഹുഞ്ച് ദിയ, അവരെ എവിടേക്ക് എത്തിച്ചു? എവറസ്റ്റ് കൊടുമുടിയിലേക്ക് എത്തിച്ചു. एक महिला की हौसियत से वह थोड़ा अलग करना चाहती थी അല്ലെ. അപ്പൊ സാധാരണ സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താ? ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് മനസ്സിൽ ഒതുക്കി ജീവിക്കില്ല. അത്തരത്തിലുള്ള ഒരു ലേഡിയാണോ ഇത്? അല്ല. इसलिए നോക്കിക്കേ, इसलिए इस्तीफा देकर माउंट एवरेस्ट पर चढ़ने का निश्चय किया. അതുകൊണ്ട് തന്നെ എന്താണ് ആ ദൃഢനിശ്ചയം അല്ലെ, മൂപ്പര് മനസ്സിൽ ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. എന്താ? ഞാൻ എവറസ്റ്റ് കൊടുമുടിയിൽ എത്തും, എനിക്ക് പോകണം എന്ന്. നോക്കിക്കേ, 12 मई 1993 को पहली चढ़ाई के ठीक 1 साल बाद उसकी ये दूसरी चढ़ाई भी सफल हुई അല്ലെ. അപ്പൊ രണ്ടാം തവണ എന്ത് ചെയ്തിട്ടുണ്ട്? അത് സാധ്യമായിട്ടുണ്ട്. इस तरह की मेहनती महिलाएं हमारी शान है. ഇപ്രകാരമുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ എന്താണ്? യെസ്, നമ്മുടെ അഭിമാനമാണ്. ഓക്കെ, അപ്പൊ റപ്പട്ട് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് മക്കളെ. അതുകൊണ്ട് ഇതങ്ങ് സെറ്റ് ആക്കിയേരെ 4 മാർക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങിച്ചോളൂ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ, ലഘു ലേഖ് അല്ലെ. ലഘു ലേഖ് എന്ന് പറയാൻ എന്താ? ചെറിയൊരു ലേഖനം എഴുതാൻ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക എന്താണ്? ടിപ്പണി ആയിരിക്കും കേട്ടോ. എന്തായിരിക്കും ചോദിക്കുക? ടിപ്പണി ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ ഈ 2 ചോദ്യം സെയിം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലേഖ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ജലബാങ്ക് ആണ്. എന്താണ് സബ്ജക്റ്റ്? ജലസംരക്ഷണക്ക് ആവശ്യകത, ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തടാ ലഘുലേഖാണ് തയ്യാറാക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? പാനി നഹി തോ ജീവൻ നഹിലെ, വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ജലസ്രോതോക്കോ സംരക്ഷൺ കർണ, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കണം എന്ന് പറയാം. പാനിക്ക സ്വച്ഛ രചന അല്ലെ, പണി എന്താ? ശുദ്ധമായിട്ട് വെക്കുക. അതൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ ഒരു ലേഖനത്തിൽ ഉൾപ്പെടുത്താം. 4 മാർക്കിന് എന്താണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും പോസ്റ്റർ അല്ലെങ്കിൽ ഈ ലഘുലേഖ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം മക്കളെ. മിസ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ അങ്ങ് പഠിച്ചെടുത്തോളൂ. നോക്കിക്കേ, ജൽ പ്രകൃതി കാ വരദാൻ ഹേ, ജലം എന്താണ്? പ്രകൃതിയുടെ വരദാനമാണ്. ജൽ കെ ബിന, ജലമില്ലാതെ, ഈ ബിന യൂസ് ചെയ്യുന്ന എന്താണ്? ഒരു സാധനം ഇല്ലാതെ, ഒരു കാര്യം ഇല്ലാതെ എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിന യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജൽ കെ ബിന, വെള്ളമില്ലാതെ ജീവിതം സമ്പന്നഹി ഹേ, എന്താ ജീവിക്കാൻ നമുക്ക് പറ്റൂല. ജൽ ഹേ തോ കൽ ഹേ, ജലമുണ്ടെങ്കിൽ നമുക്ക് നാളെയുണ്ട്. ജൽ കെ ബിന ജീവൻ കി കൽപ്പന കർണ ബി ബേമാനി ഹേ, അതായത് നമുക്ക് വെള്ളമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ലടാ? മുന്നോട്ട് ജീവിക്കാൻ സാധ്യമല്ല.
ഈ ഒരു ഭൂമിയിൽ ഹർ ചീസോങ്കോ ഓരോ വസ്തുക്കൾക്കും നമ്മുടെ ഈ ഭൂമിയിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അവർക്കൊക്കെ എന്താണ് പാനി കി ജരൂരത്ത് ഹോത്തി ഹെ എല്ലാവർക്കും വെള്ളം വളരെ അത്യാവശ്യമാണ്. ജൈസെ എക്സാമ്പിൾ പറയാണ്, എന്താ പറയുന്നത്? പേട്, മരം, പൗതെ, ചെടികൾ, ജീവജന്തു, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ദെൻ കീടെ, ഇൻസാനെ ഓർ അന്യ ജീവിത ചീസേം, അതായത് ഈ ഒരു ഭൂമിയിൽ മനുഷ്യന്മാരായിക്കോട്ടെ, ജീവജാലങ്ങളായിക്കോട്ടെ, ചെടികളായിക്കോട്ടെ, കീടങ്ങളായിക്കോട്ടെ, പൂക്കളായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവർക്കെല്ലാം എന്താവശ്യമുണ്ടടാ? എന്താവശ്യമുണ്ട്? എല്ലാത്തിനും വെള്ളം ആവശ്യമാണ്. ഹമേ നമുക്ക് പീനെ കുടിക്കാൻ, ഖാന പക്കാനെ അല്ലെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ, നഹാനെ കുളിക്കണമെങ്കിൽ, കപ്പടെ ധോനെ വസ്ത്രം വാഷ് ചെയ്യണമെങ്കിൽ, കൃഷി പോലെയുള്ള ആദി തുടങ്ങിയ ജൈസി ഹർ ഗതിവിധിയോമേ സകലമായ പണികൾക്കും നമുക്ക് എന്ത് വേണടാ? പാനിക്ക് ആവശ്യകത ഹോത്തി ഹെ, എല്ലാത്തിനും നമുക്ക് വെള്ളം വളരെ അത്യാവശ്യമാണ്. ദെൻ ഇസ്ലിയെ പാനി ബച്ചാനെ കേലി, അതുകൊണ്ട് തന്നെ വെള്ളത്തെ സംരക്ഷിക്കുക, രക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ്? കേവൽ ഹം ഹി സിമ്മേദാർ ഹേ, നമ്മളുടെ എന്താണ് ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്. അടുത്ത നോക്കിക്കേ, ഹമേ ജൽ സംരക്ഷൺ കാ അർത്ഥ ജാനന ജരൂരി ഹേ, ഈ ജലസംരക്ഷണത്തിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണടാ? മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. ജൽ സംരക്ഷൺ കാ അർത്ഥ ഹേ, ജലസംരക്ഷണത്തിന്റെ അർത്ഥം എന്താടാ? ജൽക്കോ സംരക്ഷിത രഖന അർത്ഥാത് ജൽക്കോ ബച്ചാന, ജലത്തെ സംരക്ഷിക്കുക അല്ലെ, ജലത്തെ രക്ഷിക്കുക, ഇതൊക്കെയാണ് ജലസംരക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ജലം സംരക്ഷിക്കേണ്ടത്? നോക്കിക്കേ, ജിതനെ പാനിക്ക് ആവശ്യകത ഹെ, നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത്, കേവൽ ഉത്തനാഹി പാനി ഗർച്ച് കർണ അല്ലെ, അതായത് നമുക്ക് ആവശ്യം ഇച്ചിരി വെള്ളമാണ്, അതൊരു ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ 2 ഗ്ലാസ് അവിടെ എടുക്കണോ? ഒരു ബക്കറ്റ് വെള്ളം എടുക്കണോ? വേണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക. അതാണ് എന്ത്? ജലസംരക്ഷൺ കഹ്ലാത്ത ഹെ, അതിനെയാണ് ജലസംരക്ഷണം എന്ന് പറയുന്നത്. അടുത്തത്, ജൽ സംരക്ഷൺ മേ ജൽ കോ പ്രദൂഷിത് ഹോനെ സെ റോക്ന ബി ഹെ. അപ്പൊ എന്താണ് ജലസംരക്ഷണത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം? എന്താ? ജലം മലിനപ്പെടുത്തുന്നതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അവസാനിപ്പിക്കണം. ദെൻ സുനിയോജിത തരീക്കെ സെ ജൽ പ്രബന്ധൻ കർണെ ജൽ സംരക്ഷൺ കഹ്ലാത്തെ ഹെ. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ അനുയോജ്യമായിട്ടുള്ള ചില രീതികളിലൂടെ, ചില നടപടികളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജലം സംരക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേക്ക് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ ഇത് പഠിക്കണം. 4 മാർക്കിന് ജലബാങ്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം ഇത് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്? ചരിത്രഗത ടിപ്പണിയിലെ ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് മസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു പ്രാവശ്യം ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതൽ സന്തോഷ് യാദവിനെ കുറിച്ചാണ്. കാരണം കുറെ കാലമായിട്ട് മൂപ്പരെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. നോക്കിക്കേടാ, അപ്പൊ സന്തോഷ് യാദവിനെ കുറിച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. നോക്കിക്കേ, സന്തോഷ് യാദവ് മൗണ്ട് എവറസ്റ്റ് की चोटी पर 2 बार चढ़ने वाली ഭാരത് की അല്ലെ. അപ്പൊ സന്തോഷ് യാദവ് എന്താണ്? 2 തവണ എവറസ്റ്റ് കൊടുമുടി കയറിയ ഭാരതത്തിലെ ഏക വനിതയാണ് അല്ലെ. എന്താണ്? പഹലി മഹിളാ പർവ്വതാരോഹി ഹെ. പിന്നെ എന്താണ്? ഗർമേം വീട്ടിൽ അകേലി ലഡ്കി ഹോനെ കെ കാരൻ, ഒരൊറ്റ പെൺകുട്ടി മാത്രമായതുകൊണ്ട് തന്നെ വഹ് സബ്കി ലാഡ്ലി തി, അവൾ എല്ലാവരുടെയും എന്തായിരുന്നു? യെസ്, എല്ലാവരുടെയും എന്താണ്? ചെല്ലക്കുട്ടിയായിരുന്നു. गांव की एक मामूली स्कूल में 5वीं तक की पढ़ाई की അല്ലെ. സ്കൂളിൽ അതായത് ഗ്രാമത്തിലെ ഒരു സാധാരണ സ്കൂളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 5ാം ക്ലാസ് വരെ പഠിച്ചത്. ദെൻ 14 വർഷ की उम्र से 14 വയസ്സാവുമ്പോഴേക്ക് ഷാദി കർനെ കെ ദബാവ് സെ ബച്നെ കെ ലിയെ അല്ലെ, കല്യാണം കഴിക്കുക എന്നുള്ള ഈ ഒരു പറച്ചില് നിർബന്ധത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ അതായത് പാരൻസിൽ നിന്നും ദൂരെയുള്ള ഹോസ്റ്റൽ മേ രഹ്കർ, ഹോസ്റ്റലിൽ നിന്ന് പഠനയിലേക്ക് എന്ത് ചെയ്തു? പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. വഹ ബച്പൻ സെ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ എന്തായിരുന്നു? ഈ നിഡർ ഓർ ജിജ്ഞാസുതി അല്ലെ, പേടിയില്ല, അതുപോലെ എന്താണ്? ഓരോ കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ ഇവരിൽ ഉണ്ടായിരുന്നു. संतुलित दिमाग और संयम होने के कारण वह पर्वतारोही के रूप में सफल हुई. അതായത് ക്ഷമ, അതുപോലെ ജീവിതത്തിൽ സംയമനം പാലിക്കുക, ഇതിലൂടെയൊക്കെയാണ് അദ്ദേഹം അവരെന്ത് ചെയ്തിരിക്കുന്നത്? യെസ്, ആ സ്ത്രീ ഈ ഒരു നിലയിലേക്ക് എത്തിപ്പെട്ടത്. ആകെ ഉൻകി കൽപ്പന സമാജ് കോ ഖുഷ് ദേഖ്നാ ഹേ ഓർ ധർത്തി കോ സ്വർഗ് കഹ്ലാനാ ഹേ. ഇനി അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൂമിയിൽ എല്ലാവരുടെയും സന്തോഷം കാണുക, ഈ ഭൂമി സ്വർഗമാണെന്ന് പറയാ. ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇത്രയും മതി. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? സന്തോഷ് യാദവിന്റെ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ സെറ്റ് അല്ലേ മക്കളെ? ഒന്ന് കമന്റ് ചെയ്തേടാ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ
ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കും മക്കളെ. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കണ്ടോളൂ. നിങ്ങളുടെ സമയം വെറുതെ പോയി എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എക്സാം ഹാളിൽ നിന്നും നിങ്ങൾ മനസ്സുകൊണ്ട് സന്തോഷിക്കും. യെസ്, ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത് കൊണ്ട് എനിക്കിത് എഴുതാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം മാത്രമേ നിങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങൾ പഠിക്കുക, ദെൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ദെൻ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കാരണം നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇതേ ഈ ഒരു ചാനലിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ തന്നെ എന്താ വരുന്നത് നോക്കിയിരിക്കുക. യെസ്, അപ്പോൾ നമുക്ക് ലൈവ് സെറ്റ് ആക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തകർത്ത് പഠിച്ച എക്സാം അടിപൊളിയായിട്ട് എഴുതും. യെസ്, അപ്പോൾ ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം